മഹാലക്ഷ്മിയുടെ പുത്തൻ പ്രമോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പൗർണമി ദിവസത്തിൽ കണ്ണനെ എഴുന്നേൽപ്പിച്ച് നടത്താനുള്ള ചികിത്സകൾ തോമസ് വൈദ്യന്റെ ആശ്രമത്തിൽ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. മാർക്കോയും അനന്തവും എല്ലാവരും തോമസ് വൈദ്യന്റെയോടൊപ്പം കണ്ണന്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവിടെ തന്നെയുണ്ട്. കണ്ണനെ കൂടുതൽ ഊർജ്ജസ്വലനാക്കിയിട്ട് എഴുന്നേൽപ്പിച്ച് നടപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. താളയോലങ്ങളെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ചികിത്സാക്കൂട്ടുകളും എല്ലാം തന്നെ തോമസ് വൈദ്യൻ വേഗം എടുക്കുന്നുണ്ട്. കണ്ണന് കൊടുത്തിട്ടുള്ള വാക്കുകൾ എത്രയും പെട്ടെന്ന് നിറവേറ്റാനായിട്ട് തോമസ് വൈദ്യൻ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്യുന്നുണ്ട്. മേഘാതന് കിട്ടിയ ആ വലിയ തിരിച്ചടിയിൽ അമ്പരന്നിട്ടാണ് മേഘാതൻ ഉള്ളത്. മേഘാതൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടിയായിരുന്നു അത്. കണ്ണന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഒളിഞ്ഞു നോക്കിയപ്പോൾ കണ്ണന് തയ്യാറാക്കി വെച്ച മരുന്നിന്റെ ഒരു വെള്ളം തോമസ് വൈദ്യന്റെ ശിഷ്യന് അറിയാതെ എടുത്തു വെച്ചതാണ് മേഘാതന്റെ കണ്ണിലേക്ക് വന്നിട്ടുള്ളത്. എങ്ങനെയോ തപ്പിത്തടഞ്ഞ് മേഘാതൻ തോമസ് വൈദ്യന്റെ അടുത്തേക്ക് എത്തിയിട്ട് പറയുന്നുണ്ട്, എനിക്ക് കണ്ണുകൾ കാണാൻ പറ്റുന്നില്ല, കണ്ണുകൾ വല്ലാണ്ട് നീറുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ മാർക്കോയും അനന്തവും മേഘാതനോട് പറയുന്നുണ്ട്, നീ ഇത്രയും നാളും മറ്റുള്ളവരെ ഉപദ്രവിച്ച് മറ്റുള്ളവരെ വഞ്ചിച്ചതിന്റെ ഫലമാണ് നിനക്കിപ്പോൾ കിട്ടിയതെന്നൊക്കെ പറയുന്നുണ്ട്. മഹാലക്ഷ്മി അമ്മയ്ക്ക് നൽകിയിട്ടുള്ള സ്വർണ്ണവളകളും ആഡംബര സാരിയൊക്കെ ധരിച്ചിട്ടാണ് മോഹിനി അമ്പലത്തിലേക്ക് പോകുന്നത്. അങ്ങനെ അമ്മയുടെ കുറെ ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തിട്ട് അമ്പലത്തിലേക്ക് സന്തോഷത്തോടെ അമ്മേനെ കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയത്ത് കരുണയും പ്രതാപനും മുത്തശ്ശിയൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ എല്ലാവരും മോഹിനിയോട് ജന്മദിനാശംസകൾ പറയുന്നുണ്ട്. മോഹിനിക്ക് ഇതൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് അങ്ങ് അമ്പരക്കുന്നുണ്ട്. കാരണം എല്ലപ്പോഴും കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പും ആയിരുന്നു ഇവരെല്ലാവരും. അപ്പൊ ഇപ്പൊ എൻ്റെ ഒരു പിറന്നാൾ വന്നപ്പോൾ എല്ലാവരും എന്നോട് ജന്മദിനാശംസകൾ പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് മുത്തശ്ശിയാണെങ്കിലും മുത്തശ്ശിക്ക് മോഹിനിയെ തീരെ ഇഷ്ടമല്ല. മോഹിനി എല്ലായ്പ്പോഴും മഹാലക്ഷ്മിയുടെ ഭാഗത്താണ് നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കലുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് മുത്തശ്ശിയും ജന്മദിനാശംസകൾ നിനക്ക് നേരുന്നു എന്നൊക്കെ പറയുമ്പോൾ മോഹിനിയെ അത് വല്ലാതെ സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ മോഹിനിയും മഹാലക്ഷ്മി അമ്പലത്തിലേക്ക് പോകുന്ന സമയത്ത് മുത്തശ്ശിയും കരുണയും അച്ഛനും കൂടിയിട്ട് മഹാലക്ഷ്മിക്ക് നേരെയുള്ള പ്ലാനുകളൊക്കെ ഇങ്ങനെ തയ്യാറാക്കുന്നുണ്ട്. എന്തായാലും അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം അവരെന്തായാലും വരുമ്പോൾ പാൽപ്പായസം കൊണ്ടുവരും. ആ ഒരു പാൽപ്പായസത്തിൽ വേണം നമ്മൾ ആ പച്ചമരുന്ന്, വൈദ്യം തന്ന പച്ചമരുന്ന് കലർത്താനായിട്ട്. അത് മറ്റാരും കുടിച്ചു പോവാതിരിക്കാനും അത് കറക്റ്റ് മഹാലക്ഷ്മി കുടിക്കാനായിട്ട് നമ്മൾ എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി മഹാലക്ഷ്മി ഇല്ലാതാവാനായിട്ട് ഏതാനും നിമിഷങ്ങൾ മാത്രം. അവൾ ഇല്ലാതായി കഴിഞ്ഞാൽ എല്ലാ സ്വത്തുക്കളുടെയും സമ്പത്തിന്റെയും ആസ്തിയെല്ലാം നമ്മുടെ കയ്യിൽ തന്നെ വരും, എൻ്റെ മകളുടെയും മരുമകന്റെയും കയ്യിൽ തന്നെ വരും എന്നൊക്കെ ഇങ്ങനെ പ്രതാപം പറയുന്നുണ്ട്. പിന്നെ ആ വീൽ ചെയറിൽ ഇരിക്കുന്നവന് ഒരു പ്രശസ്തിയും ഒരു പ്രാധാന്യവും ഉണ്ടാവില്ല, നിങ്ങൾ പറയുന്നതായിരിക്കും അവിടെ നടക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതുവരെയാണ് ഇന്നത്തെ പ്രമോ റിവ്യൂ ഉള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പ്രമോ റിവ്യൂ ആയിട്ട് വരുന്നവരേക്കും ബൈ.